ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു കല്യാണത്തിന് പോകട്ടെ. ഇന്നെൻ്റെ രച്ചമ്മേൻ്റെ കല്യാണമാണ്. കല്യാണം തലേന്നാട്ടോ. അപ്പോൾ ഞങ്ങളൊരു 12 മണിയായപ്പോൾ തന്നെ ഇവിടെ മണ്ഡപത്തിലെത്തിയിട്ടുണ്ടായിരുന്നു ഒരുങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുങ്ങിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അവൾ ഫുള്ള് ഹാപ്പിയാണ് ലുക്കിൽ. എന്നിട്ട് അവൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അവളുടെ അച്ഛനും അമ്മയാണ്, പിന്നെ അച്ഛമ്മ, പിന്നെ അവളുടെ ബ്രദറാട്ടോ. അത് രച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സിസ്റ്ററാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. എനിക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരു കുട്ടിയാട്ടോ. തിരിച്ച് അവൾക്കും അങ്ങനെ തന്നെയാണ്. അവൾ എന്നെക്കാട്ടി ഒത്തിരി ഇളയതാട്ടോ. എന്ന് വെച്ചാൽ അവൾക്ക് 2 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങളവിടെ താമസത്തിന് ചെല്ലുന്നത്. അന്ന് മുതൽ എനിക്കൊരു 13 വയസ്സാവുന്നത് വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കേട്ടോ. അവളുടെ വീട്ടിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാവും കേട്ടോ നമുക്ക്. ശരിക്കും അവളുടെ കല്യാണമൊക്കെ ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചതാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും ഈ ലുക്കിൽ കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അവളുടെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് സാരി കൊണ്ടുവരുന്നൊരു ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ അതാട്ടോ ഇത്. അപ്പോൾ അവർ ചെക്കൻ്റെ പെങ്ങളാട്ടോ സാരി കൊണ്ടുവരുന്നത്. പെങ്ങളെന്ന് പറഞ്ഞാൽ അവരുടെ കസിനാട്ടോ. അപ്പോൾ ഒരു സാരിയെല്ലാം കൊണ്ടുവന്ന് അവളത് മേടിച്ചു കേട്ടോ. അപ്പോൾ ആ കുട്ടിക്കൊരു മോതിരം ഇടാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ എല്ലാം കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അവൾ വിചാരിച്ച കണക്ക് തന്നെ എല്ലാം അവൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. എല്ലാം അവളുടെ കഴിവാട്ടോ. അവൾ കുറേ കാര്യങ്ങളെല്ലാം A to Z കാര്യങ്ങൾ അവൾ നോക്കി കണ്ട് അവളുടെ ആഗ്രഹപ്രകാരം അവൾ ചെയ്തെടുത്തതാണ്. ഇതാട്ടോ അവളുടെ ബ്രദർ, അതായത് അവളുടെ ഹസ്ബൻഡിൻ്റെ ഓൺ ബ്രദറാണിത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചതിന് വന്നതിന് ശേഷം ഈ പെൺവീട്ടുകാരുടെ പരിപാടി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അവരുടെ കലാപരിപാടികളായിരുന്നു. അപ്പോൾ അവളുടെ റിലേറ്റീവ്സും കുട്ടികളും ഒക്കെ ആയിട്ട് ഡാൻസും പ്രോഗ്രാമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അത് കുറേ നേരത്തേക്ക് ഉണ്ടായിരുന്നു. അത് ഇതെല്ലാം കഴിഞ്ഞൊരു 10-10:30 ആയപ്പോഴത്തേക്കായിരുന്നു ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയത് തിരിച്ച്. പിന്നെ എനിക്ക് അടുത്ത ദിവസം സാരി ഉടുക്കാനായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ പ്ലീറ്റെല്ലാം എടുത്ത് വയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം കഴിഞ്ഞ് ഏകദേശം 1 മണി അടുപ്പിച്ചായി ഞാൻ കിടന്നുറങ്ങിയപ്പോഴത്തേക്കും. അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ തന്നെ 5 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് മണ്ഡപത്തിലേക്ക് വന്നു കേട്ടോ. ഞാനും രച്ചും കൂടി. ഉള്ള ബ്യൂട്ടീഷ്യൻ അപ്പോഴത്തേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചി കേട്ടോ അവളെ ഒരുക്കിയതെല്ലാം. തലേദിവസത്ത് അവളെങ്ങനെ വിചാരിച്ചോ അതുപോലെ തന്നെ ചേച്ചിക്ക് ഒരുക്കി എടുക്കാൻ പറ്റിയായിരുന്നു. അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ ചെയ്ത് അടിപൊളിയായിരുന്നു കേട്ടോ. അവൾ എന്നെ ആട്ടോ അവിടെ നിന്ന് വിളിക്കുന്നത് കളിക്കാൻ ചെല്ലാൻ വേണ്ടിയിട്ട്. എനിക്ക് പിന്നെ ചെറിയ സ്റ്റേജ് ഫിയറൊക്കെ ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ പോയില്ല. അത് കഴിഞ്ഞ് അവിടെ നിന്ന് അവളെ രാവിലെ ഒരുക്കി 5 മണിക്ക് ചെന്നിട്ട് 9 മണിയായപ്പോഴത്തേക്കും അവളെ ഒരുക്കി കഴിഞ്ഞായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി അനുഗ്രഹം എല്ലാം മേടിച്ചായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഞാനപ്പോഴത്തേക്കും റെഡി ആയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ ചെന്നിട്ടൊക്കെ റെഡിയായി ഇറങ്ങിയത്. അത് കഴിഞ്ഞ് നേരെ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു അവളുടെ കല്യാണം. നേരെ ഞങ്ങൾ അരുവിക്കര അമ്പലത്തിൽ വെച്ചായിരുന്നു കേട്ടോ കെട്ട്. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്കാണ് പോയത്. ഇതെൻ്റെ അച്ഛനും അമ്മയും ബ്രദറും കേട്ടോ. അവർക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ നേരെ ചെന്ന് അമ്പലത്തിൽ ചെന്ന് തൊഴുതതിന് ശേഷം താലിയിട്ട് കാണാൻ നിന്നിട്ട് താലിയിട്ടൊക്കെ കഴിഞ്ഞ്. ശരിക്കും അവൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്ന കാര്യം കേട്ടോ ഇത്. പിന്നെ അവളങ്ങ് നോർമലായി. രാവിലേക്ക് ആയപ്പോഴത്തേക്കും പിന്നെ പ്രശ്നമൊന്നുമില്ല. അവൾ നോർമലായി, വേറെ കുഴപ്പമൊന്നുമില്ല. ഫോട്ടോ എടുക്കാൻ വേണ്ടി ചേട്ടന്മാരെന്തൊക്കെ പറയുന്നുണ്ട്, അതിനായിട്ട് അവൾ ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ മണ്ഡപത്തിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ ഞങ്ങൾ അച്ഛനും അമ്മയൊക്കെ കൂടി ഇരുന്നപ്പോഴത്തേക്ക് ഞാനൊരു വീഡിയോ എടുത്തതാണ്.
അവളുടെ റിലേറ്റീവ്സിൻ്റെ വകയായിട്ട് ഒരു കേക്ക് കട്ടിങ് കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാട്ടോ ഇത്. അങ്ങനെ അവൾ ഫുള്ള് ഹാപ്പി ആയിരുന്നു. അവൾ ഒട്ടും പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നുമല്ല. അതൊക്കെ കിട്ടിയപ്പോൾ അവൾ ഫുള്ള് ഹാപ്പി ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ഞാൻ അവൾ ഫുഡ് കഴിക്കുന്നിടത്തേക്ക് ഞാൻ ഫോണും പൊക്കി പിടിച്ച് ചെന്നായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നേരെ അവളുടെ ഫ്രണ്ടിലായിട്ട് വരുന്നത്. അവൾ എന്നെ ഇടയ്ക്ക് നോക്കി ചിരിക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട്. ഞങ്ങളെ യാത്ര കഴിക്കാനുള്ള നേരമായി. അങ്ങനെ കരച്ചിലും ബഹളവും ഒക്കെ ആയിട്ട് പാവം മാമനും ഒക്കെ കരഞ്ഞു കേട്ടോ. എന്നുവെച്ചാൽ അവൾ ആ വീട്ടിലെ ഫുള്ള് ഓടി നടന്ന് എന്തല്ല, ശരിക്കും പറഞ്ഞാൽ അവളില്ലെങ്കിൽ ആ വീട് ഉറങ്ങിയത് പോലെയായിരുന്നു. അങ്ങനെ അവളവിടെ നിന്ന് എല്ലാവരെയും കരയിച്ച് ശരിക്കും പറഞ്ഞാൽ. ഞാൻ കുറച്ച് സ്പീഡാക്കി ഇട്ടേക്കുന്നതാണ് കേട്ടോ വീഡിയോയിൽ ഇങ്ങനെ ഇതായിട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ഒത്തിരി നേരം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടി ഇട്ടറിയുന്നതാണ്. എല്ലാവർക്കും ഒത്തിരി വിഷമമായി ഇത് കണ്ടപ്പോഴത്തേക്കും. അങ്ങനെ ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ചൊക്കെ കൂടെ വിട്ടു കേട്ടോ. ഇന്നലെ വരെ അവൾ പറഞ്ഞുകൊണ്ടിരുന്ന അവൾ കരയത്തില്ല, അവൾ കരയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടാണ് പെട്ടെന്ന് ഞങ്ങളെല്ലാം ബെറ്റ് വെച്ചേക്കായിരുന്നു അവൾ എന്തായാലും കരയുമെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു കേട്ടോ. ഇപ്പോൾ അവൾ ഹാപ്പിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് കാറിൽ കയറുന്ന വീഡിയോ ഒന്നും എനിക്ക് കിട്ടിയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ വൈകുന്നേരം 5 മണിയായപ്പോഴത്തേക്ക് അടുക്കള കാണാൻ വേണ്ടി പോയിട്ട് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ റിസപ്ഷൻ്റെ ലുക്കാട്ടോ ഇത്. അവിടെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങളൊരു 5:30-6 മണിക്കകത്താണ് ഞങ്ങൾ അവിടെ റിസപ്ഷനിൽ എത്തിയത്. അവളുടെ ഫാമിലി എല്ലാം നിന്ന് ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ കയറിയപ്പോൾ ഞങ്ങൾ ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ. കാരണം ഞാനിത് ഉച്ചയ്ക്ക് കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ അവിടെ മണ്ഡപത്തിലേക്ക് ഗിഫ്റ്റ് എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയിട്ട് പിന്നെ വൈകുന്നേരം റിസപ്ഷൻ വന്നപ്പോൾ കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാനും അവനും കൂടി ഗിഫ്റ്റ് കൊടുത്തു. അതിന് ഞങ്ങളെ ഫാമിലിയും ഒക്കെ ഫോട്ടോ എടുത്തിട്ടു. ഏട്ടന് കല്യാണത്തിന് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം ഏട്ടനെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടോ ഈ വീഡിയോസ് എടുത്തത്. അപ്പം ഇറങ്ങിയപ്പോഴത്തേക്ക് വണ്ടിയിലുണ്ടായിരുന്ന പെൺവീട്ടുകാരുടെ കലാപരിപാടികളായിരുന്നു ഇത്. ഡിജെയും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ടൊക്കെ അങ്ങനെ ഫുള്ള് സെറ്റായിരുന്നു ഞങ്ങൾ വീടെത്തുന്നവർ.
എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. താങ്ക് യു.